നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ഡിസംബർ 14 വൈകിട്ട് പൗർണമി തിഥി തുടങ്ങും. 15 രാത്രി പൗർണമി തിഥി ഇല്ല. അപ്പോൾ പൗർണമി ആഘോഷിക്കുന്നവർ, രാത്രിയിൽ പൗർണമി പൂജ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 14 ശനിയാഴ്ച പൂജ ചെയ്യാവുന്നതാണ്. പകലാണ് പൂജ ചെയ്യുന്നതെങ്കിൽ, ക്ഷേത്രങ്ങളിലൊക്കെ പൗർണമി പൂജ ചെയ്യുന്നത് പകലാണ്. അപ്പം പകൽ പൂജ ചെയ്യുന്ന ക്ഷേത്രങ്ങളിലെല്ലാം ഉച്ചയ്ക്ക് പൂജയോട് ചേർന്നിട്ട് പൂജ ചെയ്യുന്നവരൊക്കെ 15 ഞായറാഴ്ചയാണ്. അത് വൃശ്ചിക മാസത്തിലെ അവസാന ദിവസമാണ് 15 ഞായറാഴ്ച വൃശ്ചിക മാസത്തിലെ പൗർണമി ആഘോഷിക്കും. അപ്പം നമുക്ക് ഈ വാരാഹി ദേവിക്ക്, ദുർഗാദേവിക്ക്, ചന്ദ്രമായെ പ്രാർത്ഥിക്കുന്നതിനൊക്കെ നമ്മൾ രാത്രി പൂജ ചെയ്യുന്നവർ 14 ശനിയാഴ്ച വൈകിട്ട് ഒരു 6 മണിയാകുമ്പോൾ സാധാരണത്തെ പോലെ തന്നെ സന്ധ്യാദീപമൊക്കെ തെളിച്ച് സാധാരണ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി കഴിയുമ്പോൾ എന്തെങ്കിലും ലഘുഭക്ഷണങ്ങൾ, പാലോ പഴമൊക്കെ എന്തെങ്കിലും കഴിച്ച് അന്ന് ഭഗവതിക്ക് പൂജ ചെയ്യാം. കാരണം അത്താഴ പൂജയുടെ അടുത്ത്, അതായത് സന്ധ്യാസമയത്തെ ദീപാരാധനയും പൂജയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 8 മണിയോടടുക്കുമ്പോൾ ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന പൂജയാണ് ശരിക്കും ചന്ദ്രമായെ പ്രാർത്ഥിക്കുന്ന പൂജയാണ്. അപ്പോൾ ചന്ദ്രമായുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവാൻ ദേവീ മാഹാത്മ്യം ചൊല്ലിക്കൊണ്ടുള്ള, ദേവീ മാഹാത്മ്യത്തിലെ നാരായണി സ്തുതി ചൊല്ലിക്കൊണ്ടുള്ള പൂജയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം. ലളിതാ സഹസ്രനാമത്തിലെ വരികൾ ചൊല്ലിക്കൊണ്ട് നമുക്ക് പൂജകൾ ചെയ്യാം. ലളിത അഷ്ടോത്തരം ജപിച്ചുകൊണ്ടും നമുക്ക് പൂജ ചെയ്യാം. പൗർണമി പൂജ ചെയ്യും തോറും നമ്മൾക്ക് ചന്ദ്രദശാകാലം അനുഭവിക്കുന്നവർക്ക് ചന്ദ്രൻ 3, 6, 8, 12 ഭാവങ്ങളിൽ വന്നാൽ കഷ്ടതകൾ അനുഭവിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ചന്ദ്രൻ 8-ലും ചന്ദ്രൻ 6-ലും ചന്ദ്രൻ 3-ലും ഒക്കെ വന്നു. അത് കഴിഞ്ഞാൽ 3, 6, 8, 12 ഭാവങ്ങളിൽ നിൽക്കുന്നവരെ ചന്ദ്രദശയുടെ ചന്ദ്രാപഹാര സമയത്ത്, സൂര്യദശയിൽ ചന്ദ്രാപഹാരം, അതുപോലെ തന്നെ വൃശ്ചിക രാശിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രാശിനാഥനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തണം. കാരണം വൃശ്ചിക രാശിക്കാർക്ക് ആ ചന്ദ്രൻ അവിടെ, വൃശ്ചിക രാശി എന്ന് പറയുന്ന അനിഴം, തൃക്കേട്ട, അതുപോലെ വിശാഖത്തിൻ്റെ അവസാന പാദം, ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചന്ദ്രൻ, ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ വൃശ്ചിക രാശി, ചന്ദ്രൻ നീചത്തിലാണ്. അപ്പോൾ അവർ നിർബന്ധമായും പൗർണമി പൂജ ചെയ്യുകയോ, പൗർണമി പൂജയ്ക്ക് ദേവീക്ഷേത്രങ്ങളിൽ ദുർഗാദേവിക്കോ മഹാലക്ഷ്മിക്കോ അല്ലെങ്കിൽ ത്രിപുരസുന്ദരി ദേവിക്കോ ഒക്കെ അർച്ചന ചെയ്യുന്നതും, ചന്ദ്രമായെ പ്രാർത്ഥിക്കുന്നതും, ശിവഭഗവാന് ജലധാരയൊക്കെ നടത്തുന്നത്, അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ കഴിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും. അപ്പം തീർച്ചയായിട്ടും ചന്ദ്രദശാകാലമുള്ളവർ, അതുപോലെ മാതാവുമായിട്ടൊക്കെ, അമ്മയ്ക്ക് അസുഖമായിട്ടിരിക്കുന്നവരെ, അമ്മയ്ക്ക് രോഗങ്ങൾ വന്ന മാത്രമല്ല അമ്മയ്ക്ക് എന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ, അമ്മയുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലൊക്കെ അമ്മയുടെ അസുഖങ്ങൾ മാറുന്നതിന്, അമ്മയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറാൻ, അമ്മയും മക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറാൻ, മക്കൾക്കും അമ്മമാർക്കും അവർക്ക് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥനകൾ ചെയ്യാവുന്നതാണ്. ഈ പൗർണമി എന്ന് പറയുമ്പോൾ കൂടുതലും വിവാഹം നടക്കാതെ വിഷമിക്കുന്ന പെൺകുട്ടികളുടെ ആണെങ്കിലും മറ്റും പയ്യന്മാരുടെ ആണെങ്കിലും വിവാഹം നടക്കാതെ വിഷമിക്കുമ്പോൾ പൗർണമി പൂജ ചെയ്താൽ തീർച്ചയായും വിവാഹം നടക്കുമെന്നാണ് വിശ്വാസം. പൗർണമി നാളിൽ സ്വയംവര മന്ത്ര അർച്ചന ചെയ്യുക, ഉമാമഹേശ്വര പൂജ ചെയ്യുക, പൗർണമി നാളിൽ ലളിതാ സഹസ്രനാമ അർച്ചന ചെയ്യുക, നാരായണി സ്തുതി ചൊല്ലിയിട്ട് അർച്ചന ചെയ്യുക, ദേവി മഹാത്മ്യത്തിലെ 5ാം പാരായണം ചെയ്യുക. എവിടെയെങ്കിലും നവാഹമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി നവാഹത്തിൽ പങ്കുകൊള്ളുകയൊക്കെ ചെയ്യുമ്പോൾ
ഈ പൗർണമിയുടെ ഗുണഫലങ്ങൾ കിട്ടുകയും സന്തതികൾക്കും സന്താനങ്ങൾക്കുമൊക്കെ സൽഗതി വരും. എന്തെങ്കിലും കുട്ടികളെ കൊണ്ട് വിഷം അനുഭവിക്കുന്ന രക്ഷിതാക്കൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് പൗർണമി ദിവസം. അപ്പോൾ പൗർണമി ദിവസം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത്, അന്നത്തെ ദിവസം മുത്ത് ധരിക്കുന്നത്, വെള്ളമുത്ത് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് നിറത്തിലുള്ള മുത്ത് ധരിക്കുന്നത് വളരെ നല്ലതാണ്. വെളുത്ത വസ്ത്രങ്ങളോ ചന്ദന നിറത്തിലുള്ള വസ്ത്രങ്ങളോ ധരിച്ച് പൂജകളും പ്രാർത്ഥനകളും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ദേവി മഹാത്മ്യത്തിലെ കവചം വായിക്കുന്നത്, ദേവി മഹാത്മ്യം 13 അധ്യായവും മുഴുവൻ ഒരു പ്രാവശ്യം വായിച്ച് തീർക്കാൻ കഴിയുമെങ്കിൽ അത്രയും പുണ്യമുള്ള ഒരു ദിവസമാണ് പൗർണമി ദിവസം. നമുക്കിവിടെ 14-ാം തീയതിയും 15-ാം തീയതി ആയിട്ടാണ് വരുന്നത്. 15-ാം തീയതി രാവിലെ മുതൽ 15-ാം തീയതി ഒരു 6 മണി വരെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് വായിക്കുക. ദേവി മഹാത്മ്യം പറ്റുന്നവരൊക്കെ ഞായറാഴ്ചയാണ് 15-ാം തീയതി കഴിയുന്നതും വായിക്കുക. അപ്പോൾ എല്ലാ തെളിമയും വന്നു ചേരും. കാരണം 14 ദിവസം ചന്ദ്രൻ മങ്ങി 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 ഇരുന്നിട്ട് കൃഷ്ണപക്ഷത്തിൽ നിന്നും ശുക്ലപക്ഷത്തിലേക്കുള്ള പ്രയാണമാണ്. അപ്പോൾ പൂർണ്ണ ചന്ദ്രനെ കാണുന്ന ദിവസമാണ് 14-ാം തീയതി രാത്രി. 15-ാം തീയതി ആകുമ്പോഴേക്കും കുറച്ച് മങ്ങൽ വരും. അപ്പം തീർച്ചയായിട്ടും ദേവീ മാഹാത്മ്യ പാരായണത്തിലൂടെ സന്തതി പരമ്പരയുടെ വിവാഹവും സൗഭാഗ്യവും എല്ലാം വരും. ചന്ദ്രദശയിലെ കഷ്ടങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും വരുന്നതിന് ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിട്ട് വരുന്ന ഈ പൗർണമി, ശനിയാഴ്ച വൈകിട്ട് ദീപം തെളിച്ച് അർച്ചനയൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. ഞായറാഴ്ച പകൽ മുഴുവൻ ഉപവാസമൊന്നും പറഞ്ഞിട്ടില്ല, യഥാശക്തി വഴിപാട് കഴിക്കുക. ഉച്ചവരെ ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് രാത്രി ഭക്ഷണം ലഘുഭക്ഷണം ആക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ നന്മകളും വന്നു ചേരാൻ ദുർഗാദേവിയെ പ്രാർത്ഥിക്കേണ്ട, ഉമയെയും മഹേശ്വരനെയും പ്രാർത്ഥിക്കേണ്ട മഹത്തായ ദിവസമാണ് പൗർണമി. ഈ വൃശ്ചിക മാസത്തിലെ പൗർണമി എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ. എല്ലാ നക്ഷത്രക്കാർക്കും, പ്രത്യേകിച്ചും ഇടവൻ രാശിക്കാരുടെ ഉച്ചസ്ഥനാണ്. ശരിക്കും ഇടവൻ രാശി ജനിച്ചവർക്കൊക്കെ അവരുടെ ചന്ദ്രൻ ഉച്ചസ്ഥനാണ്. അപ്പോൾ അവർക്ക് ആ ചന്ദ്രനെ കൊണ്ടുള്ള എല്ലാ ഗുണങ്ങളും അവരുടെ ദശാനാഥനായ, അല്ലെങ്കിൽ ഇടവൻ രാശിയുടെ രോഹിണി അത്തം തിരുവോണ നക്ഷത്രക്കാരുടെ ദശാനാഥനാണ് ചന്ദ്രൻ. അപ്പോൾ അവരുടെ ദശാനാഥനായ ചന്ദ്രൻ്റെ പൂർണ്ണ അനുഗ്രഹം കിട്ടാൻ അവർ പൗർണമി പൂജ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പുണർദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, 2 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിനാഥൻ, കർക്കിടകൻ രാശിയുടെ രാശിനാഥനാണ് ചന്ദ്രൻ. അപ്പോൾ അവർ പൗർണമി പൂജ ചെയ്യുന്നതും പൗർണമിയിൽ പ്രാർത്ഥിക്കുന്നതും അവർക്ക് വളരെയേറെ ഗുണഫലങ്ങൾ നൽകും. വൃശ്ചിക രാശിയിലുള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞു. വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയിലുള്ള നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ നീചരാശിയിലായതുകൊണ്ട് അവർക്കും ചന്ദ്രമായെ പ്രാർത്ഥിക്കുമ്പോൾ, പൗർണമി പൂജ ചെയ്യുമ്പോൾ, പൗർണമിയിൽ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ, ലളിതാഷ്ടോത്തരം ജപിക്കുമ്പോൾ സർവ സൗഭാഗ്യങ്ങളും വന്നു ചേരും. തിരുവോണ നക്ഷത്രക്കാരും രോഹിണി അത്തം നക്ഷത്രക്കാരും അവരുടെ ദശാനാഥനായ ചന്ദ്രനെ പ്രാർത്ഥിച്ച് എല്ലാം 27 നക്ഷത്രക്കാർക്കും ഒരു ദുർഗാദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.